എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കൾ ആദ്യം നന്നാകൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, പെൺമക്കളെ വളർത്തേണ്ടത് ആൺമക്കളെ വളർത്തുന്നത് പോലെയല്ല. അവരെ പ്രത്യേകമായിട്ട് നിങ്ങളൊന്ന് പരിഗണിക്കൂ. അവർക്ക് അല്ലാഹ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കൂ. അത് പള്ളിയിലെ ഖതീബിന്റെ ജോലിയല്ല, മദ്രസയിലെ ഉസ്താദന്മാരുടെ പണിയല്ല. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നിനക്കാണ്. അല്ലാഹ് ആരാണ്, മുത്തുനബി ആരാണ്, പരിശുദ്ധമായ ദീൻ എന്താണ്, പടച്ചവനെ നിന്റെ മക്കൾക്ക് ഇങ്ങനെ ഓരോന്നായി പഠിപ്പിച്ചു കൊടുക്കൂ. ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. മുസ്ലിമേ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ പൊന്നാര മകൾക്ക് ലജ്ജ എന്താണെന്ന് പറഞ്ഞു കൊടുക്കൂ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പെൺകുട്ടികളുടെ വസ്ത്രധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇന്നത്തെ പെൺമക്കളുടെ നടത്തം കണ്ടിട്ടുണ്ടോ? അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ സ്വഭാവങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്റെ പ്രിയമുള്ളവരെ, സങ്കടം തോന്നുകയാണ്. വാപ്പാ, മക്കള് ചോദിക്കുമ്പോ തന്റെ പൊന്നാര മകള് തലമറയ്ക്കാതെ നടക്കുന്നുണ്ട്. തിരുത്തി കൊടുക്കാൻ നിനക്ക് കഴിയുന്നില്ല. പൊന്നാര മക്കൾ ഇറങ്ങിയ വസ്ത്രം ധരിച്ചു, ശരീരത്തിന്റെ ഭാഗങ്ങൾ പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. തിരുത്താൻ നിനക്ക് സമയമില്ല. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിലെ ഏറ്റവും വൃത്തികെട്ടവര്, ഏറ്റവും നശിച്ചവര് 3 വിഭാഗമാണ്. അല്ലാഹു അവരോട് കരുണ കാണിക്കില്ല, അവരുടെ മുഖത്ത് നോക്കാറില്ല, അവരോട് സംസാരിക്കില്ല, അവരോട് ഒരു പരിഗണനയും അല്ലാഹു കാണിക്കില്ല. മുത്തുനബി എവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് നബിയേ, ആരാണ് നബിയേ? 3 വിഭാഗത്തിൽ ഒന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? തന്റെ ഭാര്യയും തന്റെ പെൺമക്കളും അതാ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ആ തെറ്റിനെ നിസാരമായി തള്ളിക്കളയുന്ന വാപ്പാ, നിന്നെ അല്ലാഹു വെറുതെ വിടത്തില്ലെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വിചാരിച്ചോ ഒറ്റയ്ക്ക് അങ്ങ് പോകാന്ന്? ഇത്തഖുല്ലാഹ ഫിൻ നിസാ, റസൂലുള്ളാഹി തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷിക്കണം അല്ലാഹുവിനെ. അല്ലാഹു നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്താ. നാളെ നീ നിസ്കരിച്ചതിനെ കുറിച്ച് മാത്രമല്ല, നിന്റെ ഭാര്യയെയും മക്കളെയും കുറിച്ച് നാളെ അല്ലാഹു നിന്നോട് വിചാരണ ചെയ്യുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, പള്ളിയിലെ പ്രസിഡന്റാ, സെക്രട്ടറിയാ, ഹജ്ജിന് പോയ ഹാജിയാരാ, നിസ്കാര തഴമ്പുണ്ട്, താടിക്ക് മുട്ടുവരെ നീളമുണ്ട്, ജുബ്ബയും ഒക്കെ ഇട്ടുകൊണ്ട് നടക്കണം വലിയ മഹാനാ. കൂടെ പോണ മോളങ്ങൾ കണ്ടിട്ടുണ്ടാ? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അലം. എഴുന്നള്ളത്തിന് വരണ ആനയെ കൊണ്ടുപോണ പോലെ. അല്ലാഹുവേ, ഹാജിയാരുടെ താടിയുടെ നീളവോ, ഹാജിയാരെ കാണും